ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലുള്ള വല്ലിച്ചൻമലയാണ്. എന്നാൽ പോയാലോ വല്ലിച്ചൻമല കാണാൻ? ഈ കാണുന്നതാണ് യാക്കോബിന്റെ കിണർ. ഇതോടുകൂടിയാണ് വല്ലിച്ചൻമല ആരംഭിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുക. ഈരാറ്റുപേട്ടയിലെ അരുവിത്തറ പള്ളിക്ക് സമീപമുള്ള ഒരു മലയോര തീർത്ഥാടന കേന്ദ്രമാണ് വല്ലിച്ചൻമല. അരുവിത്തറ സെന്റ് ജോർജ് പള്ളിയുടെ നിയന്ത്രണത്തിലാണ് ഈ വല്ലിച്ചൻമല. ഈ പള്ളി ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. എന്നാലും ജാതിമത ഭേദമില്ലാതെ ആളുകൾ കുരിശിന്റെ വഴിയെ അനുസ്മരിച്ച് മല ചവിട്ടുന്നു. രണ്ട് രീതിയിൽ മലയുടെ മുകളിലുള്ള ഈ പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കും. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലൂടെ 45 മിനിറ്റോളം ദൂരം നടന്ന് മലമുകളിലെത്താം. കൂടാതെ റോഡ് മാർഗം വാഹനത്തിലൂടെയും മലമുകളിൽ എത്തിച്ചേരാം. വലിയൊരു മലയുടെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ പോലെ തന്നെ ദുഃഖവെള്ളി ദിവസങ്ങളിൽ ഇവിടുത്തെ കുരിശുമല കയറുന്നവരുണ്ട്. അത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അലങ്കാര വിളക്കുകൾ ഘടിപ്പിച്ച കല്ല് പൊതിഞ്ഞ പാതകളിലൂടെ മുകളിലേക്കുള്ള നടത്തം ഹൃദ്യമായ അനുഭവമാണ്. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ, യാക്കോബിന്റെ കിണർ, മാതാവായ മറിയത്തിന്റെ മടിയിൽ യേശു, ജോന പ്രവാചകനും തിമിംഗലവും, ഉയർത്തെഴുന്നേറ്റ യേശു തുടങ്ങി ദൃശ്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഈ സ്ഥലത്തുള്ളത്. ഇവിടുത്തെ മലനിരകൾ പ്രദാനം ചെയ്യുന്ന പ്രകൃതിയുടെ സൗന്ദര്യം ടൂറിസ്റ്റുകൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ നവോന്മേഷം പകരുന്നു. ശാന്തമായ അന്തരീക്ഷവും ഇളങ്കാറ്റിന്റെ അകമ്പടിയോടെ കുന്നിൻ മുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ചയും ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ഈ പള്ളിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോയാലോ? ക്രിസ്തു ശിഷ്യനായ സെന്റ് തോമസ് തന്റെ മിഷണറി തീഷ്ണതയ്ക്ക് അനുസൃതമായി ദക്ഷിണേന്ത്യയിലുടനീളം വളരെ ദൂരം സഞ്ചരിച്ചു. അരുവിത്തുറയിൽ സെന്റ് തോമസ് താമസിച്ചപ്പോൾ അവിടെ അദ്ദേഹം ഒരു വഴിയോര കുരിശ് സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കാലാവസ്ഥയുടെയും പ്രകൃതിക്ഷോഭത്തിന്റെയും വ്യതിയാനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ കുരിശ് ക്രമേണ നശിച്ചു. പിന്നീട് സ്വർഗീയ സ്മരണയെ അനുസ്മരിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും കൊണ്ടൂർ കുന്നുകൾക്ക് മുകളിൽ 167 അടി കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു. ഈ കുരിശ് നിൽക്കുന്ന കുന്നിന് അരുവിത്തറ വല്ലിച്ചന്റെ നാമധേയമാണ് ലഭിച്ചത്. അതിനാൽ കൊണ്ടൂർ കുന്നുകൾ വല്ലിച്ചൻ മല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ന് വല്ലിച്ചൻമല എന്ന് വിളിക്കപ്പെടുന്ന കൊണ്ടൂർ മലനിരകളിലേക്കുള്ള കാൽനട യാത്ര ആഘോഷിക്കുന്നതിലൂടെ പള്ളിയിൽ വല്ലിച്ചനോടുള്ള ബഹുമാനം കൂടുതൽ പ്രചരിക്കപ്പെടുന്നു. നിലയ്ക്കലിൽ നിന്ന് വിശ്വാസികൾ കൊണ്ടുവന്ന സെന്റ് ജോർജിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയം ഈ കുന്നിലുണ്ട്. കുന്നിൻ മുകളിൽ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഉയരമുള്ള കുരിശ് താഴെയുള്ള സ്ഥലങ്ങൾക്ക് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സെന്റ് തോമസ് ഇവിടെ ഒരു കൽക്കുരിശ് സ്ഥാപിച്ച സംഭവത്തെ അനുസ്മരിക്കുന്നു. ദേവാലയത്തിലേക്കുള്ള മലകയറ്റം യേശുവിന്റെ വേദന സഹിക്കുന്നതിനുള്ള ഒരു സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഇതാണ് കുരിശിന്റെ വഴിയിലെ 14ാം സ്ഥലം. യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മലമുകളിലേക്കുള്ള നടത്തം പൂർത്തിയാക്കുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു രക്ഷയുടെ നിമിഷമാണ്. കൊടുമുടിയിൽ എത്തുന്നത് ഭൂപ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചയും പച്ചപ്പുൽ മേച്ചിൽ പുറങ്ങളിലൂടെ ഒഴുകുന്ന കാറ്റ് ആശ്വാസം നൽകുകയും നാൽപ്പാമര കുരിശിനു മുന്നിൽ പ്രാർത്ഥിക്കുകയും ഭവനരഹിതർക്കൊപ്പം കഴിയുകയും ചെയ്യുന്നതിനാൽ കുന്നിൻ മുകളിലേക്കുള്ള നടത്തം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ്.
ഇടവകയിലെ ഭവനരഹിതർക്ക് വല്യച്ചൻ ഗ്രാമം എന്ന പേരിൽ വീട് വെച്ച് നൽകിയിട്ടുണ്ട്. വല്യച്ചൻ ഗ്രാമം യേശുവിന്റെ പഠിപ്പിക്കലുകൾ ഓർമ്മിക്കുവാനുള്ള ഒരു മാർഗമാണ്.